അക്കരെയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം. അക്കരെയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം. ഒന്നവിടെ ചെന്നു ചേരാം ജീവിതമാം തോണിയേറി. അക്കരെയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം. നടുവിൽ തണ്ടു വലിച്ചു തളർന്നു. ലോകമാം കടലിന്റെ നടുവിൽ തണ്ടു വലിച്ചു തളർന്നു. സ്നേഹത്തിൻ നാഥനെത്തും വൻതിരയിൽ കാത്തുകൊള്ളും. സ്നേഹത്തിൻ നാഥനെത്തും വൻതിരയിൽ കാത്തുകൊള്ളും. അക്കരെയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം. വഞ്ചി കരകാണാതൊഴുകുന്നു. പായ്മരമില്ലാത്ത വഞ്ചി കരകാണാതൊഴുകുന്നു. രക്ഷകനായി യേശുവെത്തും മറുകരയിൽ ചേർത്തുകൊള്ളും. രക്ഷകനായി യേശുവെത്തും മറുകരയിൽ ചേർത്തുകൊള്ളും. അക്കരെയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം. അക്കരെയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം. ഒന്നവിടെ ചെന്നു ചേരാം ജീവിതമാം തോണിയേറി. ജീവിതമാം തോണിയേറി. ജീവിതമാം തോണിയേറി. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ
പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ
കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. സ്നേഹം തേന്മഴ പോലെ കൈമണിപ്പെന്നൽ പോലെ ദാഹവേനൽ തീയെരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ ദുഃഖിതന്മാരെ നിങ്ങൾക്കെന്നും സ്വർഗരാജ്യം സ്വന്തമല്ലോ. ദൈവത്തിൻ നന്മകൾ സ്വന്തമല്ലോ. ദൈവസ്നേഹം തേന്മഴ പോലെ കൈമണിത്തെന്നൽ പോലെ. തുടയ്ക്കുന്ന കൈയെവിടെ, കാൽ കഴുകിടുന്ന കൈയെവിടെ, കഥനം കാണുന്ന മിഴിയെവിടെ, കാരുണ്യമൊഴുകുന്ന മിഴിയെവിടെ. ആ കൈയിലില്ലേ ആ കണ്ണിലില്ലേ ആകാശതാരകം, നോവിൽ തലോടും ജീവന്റെ ഉള്ളിൽ മൂകാശ്രുസാഗരം. ആരിലും വാഴുന്നു ദൈവം. ദൈവസ്നേഹം തേന്മഴ പോലെ കൈമണിത്തെന്നൽ പോലെ. ദാഹവേനൽ തീയെരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ. അഭയം നൽകുന്ന തണലെവിടെ, ആശ്രയമരുളുന്ന മൊഴിയെവിടെ, അന്നം കൊടുക്കുന്ന തപസ്സെവിടെ, അക്ഷരം നൽകുന്ന മനസ്സെവിടെ. ആ മൊഴിക്കുള്ളിൽ വാഴുന്നു ദൈവം ആനന്ദരൂപനായി. ആ മനസ്സിൻ്റെ വേരായ ദൈവം ആത്മീയനാഥനായി. സ്നേഹമാകുന്നു ദൈവം. ദൈവസ്നേഹം തേന്മഴ പോലെ കൈമണിത്തെന്നൽ പോലെ. ദാഹവേനൽ തീയെരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ. ദുഃഖിതന്മാരെ നിങ്ങൾക്കെന്നും സ്വർഗരാജ്യം സ്വന്തമല്ലോ.
ദൈവത്തിൻ നന്മകൾ സ്വന്തമല്ലോ. ദൈവസ്നേഹം തേന്മഴ പോലെ, തൈമണിത്തെന്നൽ പോലെ, ദാഹവേനൽ തീയെരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ എന്റേതാമില്ല. വെണ്മയായി തീരട്ടെ എന്റേതാമില്ല. ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന
പാദങ്ങൾ പാതകൾ എൻ കരങ്ങൾ പാദങ്ങൾ പാതകൾ വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം വെണ്മയായി തീരട്ടെ ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ കണ്ണുകൾ കാതുകൾ ബന്ധങ്ങൾ എൻ കണ്ണുകൾ കാതുകൾ ബന്ധങ്ങൾ വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന അശുദ്ധിയെല്ലാം ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന സ്നേഹം തേന്മഴ പോലെ കൈമണിത്തെന്നൽ പോലെ ദാഹവേനൽ തീയെരിയുമ്പോൾ
തണ്ണീർ പന്തൽ പോലെ. ദുഃഖിതന്മാരെ നിങ്ങൾക്കെന്നും സ്വർഗരാജ്യം സ്വന്തമല്ലോ. ദൈവത്തിൻ നന്മകൾ സ്വന്തമല്ലോ. ദൈവസ്നേഹം തേന്മഴ പോലെ, കൈമണിത്തെന്നൽ പോലെ. തുടയ്ക്കുന്ന കൈയെവിടെ, കാൽ കഴുകിടുന്ന കൈയെവിടെ, കഥനം കാണുന്ന മിഴിയെവിടെ, കാരുണ്യമൊഴുകുന്ന മിഴിയെവിടെ. ആ കൈയിലില്ലേ, ആ കണ്ണിലില്ലേ ആകാശതാരകം. നോവിൽ തലോടും ജീവന്റെ ഉള്ളിൽ മൂകാശ്രുസാഗരം. ആരിലും വാഴുന്നു ദൈവം. ദൈവസ്നേഹം തേന്മഴ പോലെ, കൈമണിത്തെന്നൽ പോലെ. ദാഹവേനൽ തീയെരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ. അഭയം നൽകുന്ന തണലെവിടെ, ആശ്രയമരുളുന്ന മൊഴിയെവിടെ, അന്നം കൊടുക്കുന്ന തപസ്സെവിടെ, അക്ഷരം നൽകുന്ന മനസ്സെവിടെ. ആ മൊഴിക്കുള്ളിൽ വാഴുന്നു ദൈവം ആനന്ദരൂപനായി. ആ മനസ്സിൻ്റെ പേരായ ദൈവം ആത്മീയനാഥനായി. സ്നേഹമാകുന്നു ദൈവം. ദൈവസ്നേഹം തേന്മഴ പോലെ, കൈമണിത്തെന്നൽ പോലെ. ദാഹവേനൽ തീയെരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ. ദുഃഖിതന്മാരെ നിങ്ങൾക്കെന്നും സ്വർഗരാജ്യം സ്വന്തമല്ലോ. ദൈവത്തിൻ നന്മകൾ സ്വന്തമല്ലോ. ദൈവസ്നേഹം തേന്മഴ പോലെ, കൈമണിത്തെന്നൽ പോലെ. ദാഹവേനൽ തീയെരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ. മാനവരുടെ
നിന്റെ സഹോദരന്മാരെ വന്ന് പ്രവേശിച്ച് ഖബറിന്റെ ഉള്ളിലുള്ള നാശത്തെയും മരണം എത്ര ഭീകരമാണെന്നുള്ളതും കാണുക. ഐഹിക ജീവിതം എത്ര ക്ഷണികമാകുന്നു എന്നും ഓർക്കുക. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ, ഉയർപ്പിൽ നിന്റെ സൃഷ്ടിയെ നീ പുതുതാക്കണമേ. കർത്താവേ, നിന്നോടുള്ള ആശയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനെ സൗഭാഗ്യസ്ഥലത്ത് നീ ആശ്വസിപ്പിക്കണമേ. തലമുറകളെ വിധിപ്പാൻ നീ എഴുന്നള്ളുന്ന ദിവസത്തിൽ മേലുള്ള യെരുശലേമിൽ സന്തോഷങ്ങളുടെ മണവറയിൽ വെച്ച് പരിശുദ്ധന്മാരോട് കൂടെ മുടക്കം കൂടാതെ സ്തുതിക്കുവാൻ നിന്റെ ദാസന് നീ സംഗതിയാക്കണമേ. എന്തിനുമോ കീർത്തിച്ചെന്നെ പാപക്കടലേ നീ എന്തിന്നാഴത്തിൽ താഴ്ത്തി പായും ജീവിതമേ ക്ലേശിപ്പിച്ചെന്തിന്നെന്നെ പോകുന്നേ നാഥൻ നോക്കി പാർക്കും സ്ഥാനത്തിൽ. സ്വർഗീയ രാജാവേ, ഖബറിലുള്ളവരെ നീ ജീവിപ്പിക്കണമേ. നിന്നിൽ ശരണപ്പെട്ട് ആയുസ്സിനെ അവസാനിപ്പിച്ചിട്ടുള്ള സകല മരിച്ചവർക്കും നീ വിമോചകൻ ആയിരിക്കണമേ. നിന്റെ മഹാദിവസത്തിൽ അവർ സന്തോഷിക്കുമാറാകണമേ. അവർ ദുഃഖം നീക്കിക്കളഞ്ഞ് മഹത്വം ധരിച്ച് മുഖപ്രസാദത്തോടുകൂടെ മണവറയിൽ പ്രവേശിക്കുമാറാകണമേ. ഏതാനും വർഷങ്ങളായിട്ട് അമേരിക്കയിൽ പരിചയപ്പെടുവാനും സ്നേഹബന്ധം പുലർത്തുവാനും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം ന്യൂജേഴ്സി മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക്
മണ്ണിലേക്കു മടങ്ങും നൂനം അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിലെരിഞ്ഞു വീഴും നീറി നിറം മാറി ചാമ്പലായിത്തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ദൈവപുത്രൻ വരുന്നൂഴിയിൽ ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ നെന്മണികൾ സംഭരിക്കുന്നു. കെട്ട പതിരെല്ലാം ചുട്ടരിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ആയിരങ്ങൾ വീണു താഴുന്നു, മർത്യ മാനസങ്ങൾ വെന്തു നീറുന്നു. നിത്യജീവൻ നൽകിടും നീർച്ചാൽ വിട്ടു മരുഭൂവിൽ ജലം തേടുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ.
നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീച്ച പാപി എന്നിൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു നാശമില്ലാത്തവകാശവും യേശുവേ ഭാഗ്യസന്നിധിയും നീതിയെ പാടമൂടിയതും നിന്നക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയ്ക്കൽ വാതിൽക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവളോട് ശിമോൻ പത്രോസിൻ്റെയും യേശുവിൻ്റെ പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി.
കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയ്ക്കൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തു ചെന്നു കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാവുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്തെ കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഒരുത്തൻ തലക്കിലും ഒരുത്തൻ കാൽക്കിലും ഇരിക്കുന്നത് കണ്ടു. അവൻ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവനോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക. ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവളോട്, മറിയേ എന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബൂനി എന്ന അർത്ഥം എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്. ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മൃതശരീരം കാണുവാൻ പുറപ്പെട്ടു പോയ ശിഷ്യന്മാരുടെയും മറിയയുടെയും അനുഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. The exact evidence of the tombstone experience, that is, at the early morning they were eager to see, they were eager to offer anointing. ഈ ശരീരം ഇവിടെ നിന്ന് എങ്ങോട്ടോ മാറ്റി. അതാണ് മറിയ ചോദിക്കുന്നത്. തോട്ടക്കാരനെന്ന് നിരൂപിച്ച് അവിടെ കണ്ട പുരുഷനോട്, എവിടെയാണ് ശരീരം വെച്ചിരിക്കുന്നത്? As a died, but as resurrected. ഉയർത്തെഴുന്നേറ്റ യേശുവായി, ജീവനുള്ള യേശുവായി മറിയ യേശുവിനെ കാണുകയാണ്. Now she remembered when he was alive, he used to call Rabbi, അല്ലെങ്കിൽ റബുനി. അറിയാതെ തന്നെ അവളുടെ മനസ്സിൽ നിന്ന് ആ തിരിച്ചറിവുണ്ടായി. He identified that the sound is exactly similar to Jesus.
He is my Lord. When the time of grief and sorrow, Mary realized the sound and the presence is Jesus. ജീവിതത്തിൻ്റെ ദുഃഖത്തിൻ്റെ വേളയിൽ, നിരാശയുടെ വേളയിൽ അവൾ കല്ലറയ്ക്കൽ നിൽക്കുമ്പോൾ അദൃശ്യനായ യേശുവിൻ്റെ രൂപം, ശബ്ദം അവർ കേൾക്കുകയാണ്. This is what happening today. ഇന്ന് നമ്മുടെ കുഞ്ഞുമോൻ ചായൻ നമ്മെ വിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഈ സന്ദർഭത്തിലും we need to find out the sound of Jesus Christ. I am the resurrection. ഞാൻ തന്നെ പുനരുത്ഥാനമാണ്. I am the life. ഞാൻ തന്നെ ജീവനാണ് എന്നരുളി ചെയ്ത യേശുവിൻ്റെ ശബ്ദം, the unseen presence of experience of Jesus Christ. He died for the humanity. He is living. He is always with us. നിങ്ങൾ ചെന്ന് പറയണം, you go and tell your brothers, my brothers, that I am alive. ഞാൻ ജീവിക്കുന്നു. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, അവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവനിങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. Disciples are supposed to be there, but they are away. I think they have no faith to be there to see the presence of Christ. When we have faith in our life, then only we can see the presence of Christ. ജീവിതത്തിൽ ഒരു വലിയ വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ക്രിസ്തു ശബ്ദം കേൾക്കുന്നതിനും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. ബട്ട് മേരി റിയലൈസ്ഡ്, ദിസ് ഈസ് മൈ മാസ്റ്റർ, ദിസ് ഈസ് ഹിസ് സൗണ്ട്, ഇതവൻ്റെ ശബ്ദമാണ്. Do not cry, no need of weeping. പ്രിയപ്പെട്ട കുഞ്ഞോളമ്മാമയുടെ ജീവിതത്തിൽ കരയേണ്ട ആവശ്യമില്ല. ദൈവം കൊടുത്ത ഈ ഒരു വലിയ ദൈവദാസൻ്റെ ജീവിതത്തോടൊപ്പം ചേർന്ന് നിൽക്കാനിടയായി. We do have that experience in our life, but we never remember that. നമുക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളാണ് ദൈവം നൽകുന്നത്. As much as possible, we lead to life, an exemplary life to others. മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാപരമായി ജീവിക്കുവാൻ ദൈവം നമുക്ക് ആയുസ്സ് നീട്ടി തന്നിരിക്കുക. An exemplary life to be shown to others. മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് കാണത്തക്ക രീതിയിൽ ഉള്ള ഒരു ലൈഫ് നമുക്ക് നൽകിയിരിക്കുക. ഇതിൽ നാം പരാജയപ്പെടുന്നുവോ? ഒരിക്കലും അരുത്. കർത്താവിൻ്റെ അദൃശ്യമായ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ജീവിതയാത്രയിൽ He is always with you. Christ's presence is always with us. Whether we are alone, whether we are in a family life, whether we are in workplace, even whether we are traveling, His everlasting presence
is covering our life. We need to identify that Christ is always with us. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് അവൻ നമ്മെ പഠിപ്പിച്ചു. No more tears, no more weeping, no more cry. മരണവും ദുഃഖവും വേദനയുമില്ലാത്ത ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. There are lot of place. അനേകം വാസസ്ഥലങ്ങളുണ്ട്. He has separated a place for us. That is only for us. നമുക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലങ്ങളിൽ നമുക്ക് പ്രവേശിക്കാം. കുഞ്ഞുമോൻ ചായന് വേണ്ടി ദൈവം ഒരുക്കിയതായ സ്ഥലത്തേക്ക് കുഞ്ഞുമോൻ ചായൻ പോയി. He is waiting us. We also reach there in the respective places. പ്രിയമുള്ളവരെ, മരണം എപ്പോഴും നമ്മുടെ സമീപമുണ്ട്. പണ്ട് ഒരു പ്രായമുള്ള അപ്പച്ചനോട് ചോദിച്ചു, എന്താണ് ജീവിതത്തിലെ വലിയ ആഗ്രഹം? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇനി മരിച്ചാൽ മതി, പക്ഷേ ഒരു കാര്യം മാത്രം, ഇപ്പോൾ അവിടെ ആളെ എടുക്കുന്നില്ല. മരണം വഴിയായി ഞാൻ പോകുന്ന സ്ഥാനത്ത് ആളെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ there is no recruitment at all. അങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുന്നില്ല, ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കൻ വിസ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി ചൈനയിലോ തായ്വാനിലോ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു പോസ്റ്റ്പോൺ യുവർ ഇൻ്റർവ്യൂ എന്ന് പറയുന്നു. സോ ഇപ്പോൾ ഇഷ്യൂ ഇല്ല ഇതുപോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് ഇപ്പോൾ സാധ്യതയില്ല. ഒരു ഫലിതമായിട്ട് അദ്ദേഹം പറഞ്ഞുവെങ്കിലും അദ്ദേഹം പറഞ്ഞത്, എനിക്ക് പോകാനുള്ള സമയമായില്ല. സമയമാവുമ്പോൾ ആരൊക്കെ തടഞ്ഞാലും പോകാതിരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ഇന്നലെ ഐ ഷെയർഡ് the experience what I had yesterday, day before yesterday. All the doctors and nurses were trying to retain his life in this world, but God has determined. ദൈവം തീരുമാനിച്ചു, മതി മകനെ, നിന്റെ ജീവിതം മതി. നീ ഈ ലോകത്തിൽ ഞാൻ നിന്നെ അയച്ചു, നീ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചു. You have fulfilled all your duties. നിന്റെ ജോലിയെല്ലാം നീ പൂർത്തീകരിച്ചു. നീ മടങ്ങിപ്പോരുക. ഗവൺമെൻറ് പട്ടാളത്തെ അയക്കും ഓരോ സ്ഥലങ്ങളിലേക്ക്. അതിര് കാക്കുന്നതിന് വേണ്ടി, യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി, ചില സോഷ്യൽ സെറ്റപ്പ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയല്ല. ഒരു ദിവസം അവർക്ക് ഒരു കമാൻഡ് കിട്ടും. ദർ ഇസ് എ കമാൻഡ്, സ്റ്റോപ്പ് യുവർ വർക്ക് ആൻഡ് റിട്ടേൺ. ആ ശബ്ദം കേട്ടാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പൂർത്തീകരിച്ചോ ഇല്ലയോ എന്നൊന്നും ശ്രദ്ധിക്കത്തില്ല. ഈ ഓർഡർ കിട്ടിയാൽ ദ ആർമി വിൽ പാക്കപ്പ്, എല്ലാം പാക്ക് ചെയ്ത് പോവുകയാണ്. കൃത്യസമയത്തിന് അവർ മടങ്ങിയിരിക്കും. എന്നതുപോലെ തന്നെയാണ് ഈ മരണവും. ഒരുപക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണി പൂർത്തീകരിച്ചെന്ന് വരികയില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ടാവാം. ബട്ട് ദ ഓർഡർ ഹാസ് കം. ഓർഡർ കിട്ടിക്കഴിഞ്ഞു, ഇനി പോയേ മതിയാവും. ഇതിനൊരുക്കമുള്ളവരായിരിക്കണം നാം ഓരോരുത്തർ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളും ഇവിടെ നടക്കുന്ന പാട്ടും പ്രാർത്ഥനയും ദൈവവചന വായനയും ഒന്നും ഈ മരിച്ചുപോയ, നമ്മെ വിട്ടുപോയ കുഞ്ഞുമോൻ ചായന് വേണ്ടിയല്ല. ദിസ് ഇസ് ഫോർ us. Lead a exemplary life in this world that is acceptable to God and human being. മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവരായി ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് അവസരങ്ങൾ ധാരാളം ദൈവം നൽകുമ്പോൾ
അത് വിനിയോഗിക്കണം. മേക്ക് യൂസ് ഓഫ് ദാറ്റ് ടൈം. ടൈം ഈസ് വാല്യുബിൾ. ആ സമയം ഉപയോഗിക്കാനാണ് ഈ പ്രസംഗങ്ങളെല്ലാം നമുക്ക് നൽകുന്നത്. പള്ളി ആരാധന മധ്യേ പ്രസംഗം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ 2 അഭിപ്രായങ്ങൾ വന്നു. ഒന്ന്, ഇത്ര നേരം നിന്നപ്പോൾ ഒന്ന് ഇരിക്കാനൊരു അവസരം. മറ്റൊന്ന്, ഞങ്ങൾക്കൊന്ന് ശാന്തമായി വിശ്രമിച്ച് ഒന്ന് കണ്ണടയ്ക്കാനൊരു സമയം. ഇത് രണ്ടും ശരിയാണ്. അതിനപ്പുറത്ത് മറ്റൊരു ശരിയുണ്ട്. വേദപുസ്തകം വ്യാഖ്യാനിക്കപ്പെടുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കുഞ്ഞുമോൻ ചായനുമായി അധിക സമയം അടുത്ത് ചെലവഴിക്കുന്നയാളാണ് ഞാൻ. ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവൻ മറ്റുള്ളവരെ പഴിചാരുന്ന പ്രസംഗങ്ങളാണ്. എൻ്റെ പ്രസംഗത്തെക്കുറിച്ചല്ല പറഞ്ഞത്. എവിടെ നോക്കിയാലും നീ പാപിയാണ്, നീ ദോഷിയാണ് എന്ന് പറഞ്ഞ് ഡിസപ്പോയിന്റ് ചെയ്യുന്ന പ്രസംഗങ്ങളാണ് എവിടെ നോക്കിയാലും കേൾക്കുന്നത്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഒരു ഡിസപ്പോയിൻമെന്റ് അല്ല കിട്ടേണ്ടത്, ഒരു ഹോപ്പാണ് കിട്ടേണ്ടത്. നിരാശപ്പെട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വരുന്ന ഒരാൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മിൽ നിന്നെല്ലാം കിട്ടേണ്ടത്. ഇന്നത്തെ പ്രസംഗങ്ങളിലൊന്നും ഒരു പോസിറ്റീവ് എനർജി ഇല്ല എന്ന് എന്നോട് പറയുകയുണ്ടായി. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. എന്തിനാണ് ഒരവസരം? ഇനിയും അവസരമുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ചാൻസസ് ടു ബിക്കം. ആയിത്തീരാൻ, മാറുവാൻ അവസരങ്ങളുണ്ട്. നമുക്ക് മാറാം. നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാം. തെറ്റിപ്പോയ വഴികളിൽ നിന്ന് മാറി വരാനായിട്ട് അവസരങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആന്ധ്രാപ്രദേശിലായിരുന്നപ്പോൾ കന്നുകാലികളെ മേയ്ക്കുന്ന ഒരു സ്ത്രീ അതിലെ എന്നും എരുമകളുമായി പോകുന്നതുണ്ട്. ഇപ്പോൾ ഞാൻ ഓർത്ത ഒരു കാര്യമാണ്. ഈ എരുമകളെ കൊണ്ട് പോകുമ്പോൾ ഇരുവശങ്ങളിലും പാടങ്ങളാണ്. ഗോതമ്പ് അല്ലെങ്കിൽ ചോളം ഇതെല്ലാം വിളഞ്ഞു കിടക്കുന്ന സ്ഥലം. അപ്പോൾ അനുസരണക്കേട് കാണിക്കുന്ന ചില എരുമകളുണ്ട് ആ കൂട്ടത്തിൽ. ഈ സ്ത്രീ ഇതിനെയെല്ലാം മുൻപിൽ വിട്ടിട്ട് പുറകെ ഒരു വടിയുമായിട്ട് ശബ്ദവും ഉണ്ടാക്കി ഇങ്ങനെ പോകുമ്പോൾ ചില എരുമകൾ ഈ പാടങ്ങളിലേക്ക് ഇറങ്ങും. അപ്പോൾ ആ സ്ത്രീ വിളിച്ചു പറയുന്ന ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചു. തിരികെ വരിക എന്ന് പറഞ്ഞാൽ, നീ പോകേണ്ട വഴി അതല്ല, നീ തിരികെ വരിക. മൃഗത്തോടാ പറയുന്നത്. മൃഗത്തിന് മനസ്സിലാവും, മനുഷ്യന് പോലും മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെ മൃഗത്തിന് മനസ്സിലാവും? ഈ സ്ത്രീ വടിയുമായി ചെന്ന് അതിൻ്റെ മുമ്പിൽ ചെന്ന് അതിനെ വഴി തിരിച്ച് പുറകോട്ട് തന്നെ അയക്കും. ഞാനത് കണ്ടപ്പോൾ ഓർത്തു, തിരികെ വരിക, തിരികെ വരിക എന്നുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയാണ്. നമ്മെ മുന്നിൽ നിന്ന് തിരിച്ചുവിടാനും സാധ്യതകളുള്ളപ്പോൾ വീണ്ടും വഴിതെറ്റിപ്പോകുന്ന സാധ്യതകളാണ്. പ്രിയരെ, ഇതുപോലെ ഞാനും നിങ്ങളുമൊക്കെ പോകുമ്പോൾ ഈ യാത്ര എങ്ങോട്ട്? ആർക്ക് പറയാൻ സാധിക്കും ഈ യാത്ര എങ്ങോട്ട്? ഞാൻ കുഞ്ഞോൻ ചായം പറഞ്ഞ വാചകം ഇന്നലെ പറഞ്ഞുവെങ്കിലും ആ വാചകം ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ യാത്ര എങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ഞാൻ മാത്രം. ദൈവമാ ചോദിക്കുന്നത്, നിന്റെ യാത്ര എങ്ങോട്ട്? നീ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടാണോ വേറെ എങ്ങോട്ടേലുമാണോ? അച്ഛൻ എന്നോട് പറഞ്ഞു, ജീവിതത്തിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ നമുക്ക് കൂട്ടായി നിൽക്കുന്നത് ഞാനും എൻ്റെ ദൈവവും. ഇറ്റ് ഈസ് ട്രൂ. It is absolutely true. Me and my God. We need to realize that we are not alone.
me and my God. നമ്മളൊക്കെ യാത്ര തിരിക്കുമ്പോൾ നമുക്ക് കൂട്ടായിട്ട് ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. അത് നമ്മുടെ ദൈവം. നമ്മെ ഇങ്ങോട്ട് അയച്ച, നമ്മെ നിലനിർത്തിയ, നമ്മെ ഇന്നും കാത്തു പരിപാലിക്കുന്ന ഈ ദൈവം മാത്രം. ആ ദൈവത്തോടൊപ്പമായിരിക്കട്ടെ നമ്മുടെ യാത്ര. കുഞ്ഞുമോൻ പറഞ്ഞിട്ട് പോവുകയാണ്, ഇന്ന് ഞാൻ, നാളെ നീ. ഞാൻ പോയ വഴിയെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും എല്ലാം വരണം എന്നാഗ്രഹിക്കുന്നു. പലപ്പോഴും സാധിക്കാറില്ല. നമ്മുടെ വലിയ അപ്പച്ചന്മാരൊക്കെ നന്നായി ജീവിച്ച് കഷ്ടപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് മരിച്ച് മൺമറഞ്ഞു പോയവരാണ്. But the situation changed, weather changed, everything changed. We also changed from the path of our forefathers. നമ്മുടെ പിതാക്കന്മാരുടെ പാതകളിൽ നിന്ന് നമ്മൾ വഴിതെറ്റിപ്പോയി. That's why we read Old Testament, how God was helping our forefathers. എങ്ങനെയാണ് പിതാക്കന്മാരെ ദൈവം വഴി നടത്തിയത് എന്ന് സ്റ്റിൽ വി റീഡ്. പിതാക്കന്മാരുടെ വഴിയെ സഞ്ചരിക്കാം. അപ്പൻ്റെ ദൈവം എൻ്റെ ദൈവം, അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിപ്പാൻ ഇടയാവട്ടെ. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. പാട്ട് പാടാം. സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. മുക്തിനാൽ നിർമ്മിതമുള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടെന്നാനന്ദിപ്പാൻ മനകങ്ങൾ ഭാരം തോന്നിച്ചിടുന്നേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. അന്ധതയില്ല നാടേ, ദൈവ തേജസ്സാൽ മിന്നും വീടേ, തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, എന്നു ഞാൻ ചേർന്നിടുമോ
എന്നു ഞാൻ ചേർന്നിടുമോ? കഷ്ടതയില്ലാ നാടേ ദൈവഭക്തരിൽ വിശ്രമമേ, ഉറവിലും പുത്തനെറുശലേമേ, തിരുമാർവിൽ എന്നു ഞാൻ ചാരിടുമോ? വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ, എന്നു ഞാൻ ചേർന്നിടുമോ? പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ? പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ? പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ? ശുദ്ധവും ശുഭ്രവുമാ ഉള്ള ജീവജലനദിയിൽ ഇരുളയും ജീവവൃക്ഷഫലങ്ങൾ പരിരസിക്കും ദൈവത്തിൻ ഉദ്യാനമേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ, എന്നു ഞാൻ ചേർന്നിടുമോ? പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ? പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ? പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ? കർത്തൃസിംഹാസനത്തിൽ ചുറ്റും വീണകൾ മീട്ടിടുന്ന സുരവരെ ചേർന്നങ്ങു പാടിടുവാൻ ഒരു മോദം പാരം വളരുന്നവോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ, എന്നു ഞാൻ ചേർന്നിടുമോ? പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ? പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ? പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ? Or Bible reading. Kunjumon Child's son-in-law, Mrs. Scott, please. Therefore, since we are justified by faith, we have peace with God through our Lord Jesus Christ. Through him we have obtained access to this grace in which we stand, and we rejoice in our hope of sharing the glory of God. More than that, we rejoice in our sufferings, knowing that suffering produces endurance, and endurance produces character, and character produces hope. And hope does not disappoint us, because God's love has been poured into our hearts through the Holy Spirit, which has been given to us. While we're still weak, at the right time Christ died for the ungodly. Why? One will hardly die for a righteous man, though perhaps for a good man one will dare even to die. But God shows his love for us in that while we were yet sinners, Christ died for us. Since therefore we are now justified by his blood, much more shall be saved by him from the wrath of God. For if while we were enemies, we were reconciled to God by the death of his Son, much more, now that we are reconciled, shall we be saved by his life. Not only so, but we
also rejoice in God through our Lord Jesus Christ, through whom we have now received our reconciliation. Therefore, as sin came into the world through one man and death through sin, and so death spread to all men because all men sinned. Sin indeed was in the world before the law was given, but sin is not counted where there is no law. Yet death reigned from Adam to Moses, even over those whose sins were not like the transgressions of Adam, but who was a type of the one who was to come. But the free gift is not like the trespass. For if many died through one man's trespass, much more have the grace of God and the free gift in the grace of that one man, Jesus Christ, abounded for many. And the free gift is not like the effect of that one man's sin. For the judgment following one trespass brought condemnation, but the free gift following many trespasses brings justification. If, because of one man's trespass, death reigned through that one man, much more will those who receive the abundance of grace and the free gift of righteousness reign in life through the one man, Jesus Christ. Then, as one man's trespass led to condemnation for all men, so one man's act of righteousness leads to acquittal and life for all men. For, as by one man's disobedience many were made sinners, so by one man's obedience many will be made righteous. Law came in to increase the trespass, but where sin increased, grace abounded all the more, so that, as sin reigned in death, grace also might reign through righteousness to eternal life through Jesus Christ our Lord. Thank you, Mr. Scott. Now I request our Vice President Dr. George Jacob please come forward and have a condolence message. Dear Achans, bereaved family members, Kunjumon, Tom family, Tina family, and the extended family and friends. Our deepest sympathies go out to each and every loved one during this difficult time. Death or separation is always sorrowful and painful for the members of the family and friends. We are here today to thank God for the blessed life lived by Mr. Thomas Abraham Kunjumon. Last Sunday, Kunjumon attended our church service and we greeted each other. Just to think about our life. Today, he is no more in our midst as a living person. Just like flowers, innu kandu naale vaadum പൂക്കളെ പോലെ കൊഴിഞ്ഞു പോകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. You know that birth always brings us happiness and joy. Death, on the other hand, brings sadness. Death is a reality. It is inevitable. There you start a new life.
there is no cry or pain. We all know that Kunjumon is in the hands of God in a safe place. We have lost not only a great member of this parish, but also a true friend who has endeared himself to each one of us with his quiet nature and pleasant conversations. I will remember him for his strength, determination, and perseverance. He was one of the pillars of St. Peter's Marthoma Church. He has been a good friend of ours for the last 33 years. Few months back, Achan and our committee members were visiting houses to collect a fund for our new church. In the meantime, we visited his house also. We had a good time. We spent a few minutes with that family and we shared many things about our future plans of this church project. Then Achan said we can pray. At the time, Kunjumon stood up and said, without any hesitation, he promised a lump sum amount of loan from his equity line of credit. That was very encouraging for us. At the same time, he added one word. He said, if I die, my wife will fulfill that promise. That showed his passion and concern for our church. He was very much fond of our new church project. So now he's going to miss that privilege. But maybe he bless us from the above of the church. When we are going to celebrate our new church, his soul will come and bless us. On Sundays, when we see each other, we would always greet each other and exchange a few words. He is a mentally strong and faithful servant of God. Death marks the beginning of journey to God. We must remember the legacy we leave is not in our possessions, but the quality of life and the life and the lives we have touched during our time here on this earth. The members of St. Peter's and all the Malayalis in this community will always remember his numerous contributions and the lasting legacy he left. Well, we all know that Kunjumon was a gentle and humble person, and he lived a life dedicated to his family, church, and friends around this community. He was a loving, caring person and a faithful servant of God. Jesus said these words to his disciples just before his crucifixion: "Let not your heart be troubled. Trust in God. Trust also in me. In my Father's house are many rooms. If it were not so, I would have told you. I am going there to prepare a place for you." He was trying to comfort his disciples. Of course, Kunjumon is resting in one of the mansions. I take this opportunity to thank God
and express my profound appreciation for the life that he lived, his dedication to his family and our community as a whole. On behalf of myself, my family, and the Executive Committee of St. Peter's Marthoma Church, I express my sincere condolences to the bereaved family. May God grant you peace during this time. Thank you. ബഹുമാനപ്പെട്ട കെ എ വർഗീസ് അച്ഛൻ ആൻഡ് ഫാമിലി, അച്ഛനും കുഞ്ഞുമോൻ ചായനുമൊക്കെ ഒരു ദേശക്കാരനാണ്. അച്ഛൻ്റെ കൊച്ചമ്മയും മാമയും ഒക്കെ ഒരു ദേശവും ചെറിയ ബന്ധവുമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ വിളിക്കുകയുണ്ടായി. ഇന്ന് വന്നു ചേരാമെന്ന് സമ്മതിച്ചു. കൃത്യം 10:30 മണിയായപ്പോഴേക്കും അച്ഛൻ വന്നു ചേർന്നു. പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയുമൊക്കെയായി ഞങ്ങൾ വളരെ കാലമായി സുഹൃത്ത് ബന്ധത്തിലാണ്. ഈ ദേശത്ത് വന്നപ്പോഴും ആ ബന്ധം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അച്ഛൻ നമ്മുടെ ശുശ്രൂഷയ്ക്കുമൊക്കെ നേതൃത്വം നൽകുന്നു. അച്ഛൻ ഇപ്പോൾ ഏതാനും വാക്കുകൾ നമ്മോട് പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രിയ കുഞ്ഞുമോനിച്ചായൻ മുതുകുളം സ്വദേശിയാണ്. പ്ലാവിലക്കണ്ടത്തിൽ എന്ന വീട്ടുപേര് കേട്ടപ്പോൾ എനിക്ക് വളരെ സുപരിചിതമുള്ളതായ ഒരു വീട്ടുപേരാണ്. മുതുകുളത്ത് എൻ്റെ ഒത്തിരി കുടുംബക്കാർ ഉണ്ട്. പ്ലാവിലക്കണ്ടത്തിലെ ഒരു വീട്ടിൽ എൻ്റെ ചെറുപ്രായത്തിൽ വളരെ അവിടെ ചെല്ലുമ്പോഴൊക്കെയും ആ വീടും സന്ദർശിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ ഒരു തോമസ് എന്ന് പറയുന്നത് ആ ആൾ ഞങ്ങളുടെ സീനിയറായിട്ട് പഠിച്ചതാണ്. അങ്ങനെയുള്ള ഒരു പരിചയവുമുണ്ട്. മുതുകുളത്തു നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലമാണ് എൻ്റെ സ്ഥലം. മാത്രമല്ല, എൻ്റെ ഫാദർ ഇൻ ലോയുടെ ഫസ്റ്റ് കസിൻ വിവാഹം കഴിച്ചിരിക്കുന്നത് കുഞ്ഞുമോനിച്ചാൻ്റെ അനുജത്തിയെയാണ്. മരണം നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. 2019 ഡിസംബർ മാസത്തിൽ എൻ്റെ പിതാവും മാതാവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഡിസംബർ മാസം 5-ാം തീയതി പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ ശുശ്രൂഷകളിലെല്ലാം പോയി സംബന്ധിച്ച് മടങ്ങി JFKയിൽ വന്നിറങ്ങുമ്പോൾ മാതാവിൻ്റെ മരണവിവരമാണ് ഞാൻ അറിയുന്നത്. വീണ്ടും ആ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. മരണം വേദനാജനകമാണ് എങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ഹോപ്പുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. അത് സ്വർഗീയ പ്രത്യാശയാണ്. ഈ ലോക ജീവിതയാത്രയിൽ നാം ജീവിക്കുമ്പോൾ എത്ര ദിവസമാണ് നാം ജീവിക്കുന്നത് എന്ന് എണ്ണേണ്ടത് ആവശ്യമാണ്. ഒരു വർഷം ഈ ലോകത്ത് ജീവിച്ചാൽ 365 ദിവസം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, 7-10 ഏറെയായാൽ 80 മാത്രം. നീളുമായുസ് അത് നനച്ചാൽ കഷ്ടത മാത്രം. കഷ്ടതയില്ലാത്ത സ്വർഗീയ തുറമുഖത്തേക്ക് മാറ്റപ്പെട്ടതായ പ്രിയ കുഞ്ചായൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു വെല്ലുവിളി, ഒരു ചലഞ്ച് തന്നിട്ടാണ് യാത്രയാകുന്നത്. കുഞ്ഞുമോനിച്ചാൻ 75 സംവത്സരം ഈ ലോകത്ത് ജീവിച്ചു. വിവിധ ഇടങ്ങളിൽ ജീവിച്ചു. മലബാറിൽ ജീവിച്ചു, കുമ്പനാട് ജനിച്ചു, നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്ത് ജോലി ചെയ്തു. അതിനുശേഷം അമേരിക്കയിൽ 72 മുതൽ ഇവിടെ ജീവിക്കുന്നു. ഉത്തമ മാതൃകയുള്ളവനായി പ്രിയ അച്ഛൻ ഇപ്പോൾ പറയുകയായിരുന്നു, കുഞ്ഞുമോനിച്ചായൻ്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കും നല്ല എൻകറേജ്മെൻറ്റ് ലഭിക്കുന്ന രീതിയിലുള്ളതായ സംസാരം ആയിരുന്നു കുഞ്ഞുമോനിച്ചാൻ്റെത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള എൻകറേജ്മെൻറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുമ്പോഴാണ് ക്രിസ്തീയ
ജീവിതം അത് സ്വാർത്ഥകമാകുന്നത്, അന്വർത്ഥമാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. കുഞ്ഞുമോനിച്ച അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, കുഞ്ഞുമോനിച്ച നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ നടക്കുന്ന പ്രസംഗമെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടത് ഇവിടെയാണ്. ഈ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം നേടി, അല്ല എന്തെല്ലാം ഞാൻ ആർജിച്ചു, എന്തെല്ലാം ഞാൻ സമ്പാദിച്ചു എന്നുള്ളതിലുപരിയായി ഈ ജീവിതം അവസാനിക്കുമ്പോൾ ക്രിസ്തുവിനോടൊത്തുള്ളതായ എൻ്റെ ജീവിതത്തിൽ എനിക്കേറിയ പ്രത്യാശയോടുകൂടെ അവിടെ ചെന്നു ചേരുവാൻ സാധിക്കുമോ എന്നുള്ളതായ ചോദ്യം പ്രസക്തമാണ്. ഞാനെപ്പോഴും മരണ വീടുകളിൽ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിൽ ഓടിയെത്താറുള്ള ഒരു വ്യക്തിത്വമാണ് നാരായണപ്പ എന്ന് പറയുന്ന കർണാടകയിലെ ഒരു വിശ്വാസി. കർണാടകയിലെ മിഷൻ ഫീൽഡ്സിൽ പ്രവർത്തിക്കുവാനായിട്ടിടയായപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ വിശ്വാസികളുമായിട്ട് ഇടപെടുവാൻ സാധിക്കുമായിരുന്നു. അധികം ഇനി മനുഷ്യൻ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഭവനത്തിലേക്ക് അയച്ച നാരായണപ്പൻ കുടിലിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസാന ആവശ്യം അവിടുത്തെ സുവിശേഷകനോട് പറഞ്ഞു. വളരെ വർഷങ്ങൾക്ക് മുൻപാണ്, 1998 സംഭവമാണ് ഞാൻ പറയുന്നത്. എന്നെ ഈ വിശ്വാസ മാർഗത്തിലേക്ക് കൊണ്ടുവന്നതായ വർഗീസ് എന്ന് പറയുന്നതായ ഒരു സാറാണ്. ആ സാറിനെ ഒന്ന് കണ്ടാൽ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കുവാൻ സാധിക്കുമെങ്കിൽ വളരെ പ്രയോജനകരമായിരുന്നു എന്ന മനുഷ്യൻ പറഞ്ഞു. ഞാനന്ന് ഗുരുകുൽ തിയോളജിക്കൽ കോളേജ് മദ്രാസിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ആ എഴുത്ത് എനിക്ക് ലഭിച്ചു. ഞാൻ അവധിക്ക് 10 ദിവസം വീട്ടിൽ വന്നപ്പോഴാണ് ഈ എഴുത്ത് എനിക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് നാരായണപ്പൻ ക്യാൻസർ രോഗബാധിതനാണെന്നും അദ്ദേഹത്തിന് സൗഖ്യം വേണമെന്നും ഒക്കെ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു. നിന്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ആയിരുന്നു ഇപ്രകാരം ഒരു ചോദ്യം അല്ലെങ്കിൽ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടത് എങ്കിൽ പോകുമോ, പോവുകയില്ല? ഞാൻ വീട്ടിൽ പറഞ്ഞു, വൈഫിനോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ പോകാനായിട്ടുള്ള താല്പര്യമുണ്ട്, പോയി കണ്ടിട്ട് വരണം. എൻ്റെ പിതാവ് പറഞ്ഞു, നിർബന്ധമായിട്ടും നിങ്ങൾ പോകണം. അങ്ങനെ ഞാൻ ചുങ്കത്തറയിൽ നിന്നും മൈസൂർ നിന്ന് ഷിമോഗ പോലെ നാരായണപ്പൻ ആ ഒരു പുൽപ്പായിൽ ഉത്തരത്തിൽ നിന്നൊരു കയർ താഴേക്ക് കെട്ടി ഇട്ടിട്ടുണ്ട്. അതിൽ പിടിച്ചാണ് ഇരിക്കുന്നതും മറ്റുമൊക്കെ. ഞാൻ ചെന്നപ്പോഴേക്കും കുനിഞ്ഞ് ആ കുടിലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ മനുഷ്യൻ ഇരുകരങ്ങളും ചേർത്ത് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, സാക്കു സാക്കു ನನಗೆ സാക്കു, ഇനി നമുക്ക് പരലോകത്തിൽ നോടോണം. മതി മതി, എനിക്ക് മതി, ഇനി നമുക്ക് സ്വർലോകത്തിൽ കാണാം. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തു വിശ്വാസിയുടെ വിശ്വാസവും പ്രത്യാശയും ഇതാണ്. ആ മനുഷ്യനോട് ദുഃഖത്തോട് നിറകണ്ണുകളോട് ഞാൻ സ്വാന്തനിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു. മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറെ എനിക്ക് പരിചയമുണ്ട്. നാരായണപ്പ, നമുക്കൊരു പ്രാവശ്യം ഡോക്ടർ തോമസ് എബ്രഹാമിനെ കണ്ട് ഈ കാര്യങ്ങളെ ഒന്നുകൂടെ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഇപ്രകാരം ഒഴിഞ്ഞു, എനിക്ക് ഈ ലോകത്തെ ഒരു ഡോക്ടർമാരുടെയും സംരക്ഷണമോ ചികിത്സയോ ആവശ്യമില്ല, എനിക്ക് എൻ്റെ ക്രിസ്തുവിനോട് ചേർന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിശ്വാസിയുടെ പ്രത്യാശ ഇപ്രകാരമായിരിക്കണം. എന്റെ രക്ഷിതാവായ ക്രിസ്തുവിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു, അതിനുവേണ്ടിയുള്ള ഓട്ടമാണ് ഞാൻ ഇവിടെ നടത്തുന്നത് എന്നുള്ളതായ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ സാധിക്കണം. പ്രിയ അമ്മാമ്മയ്ക്കും മക്കൾക്കും സ്വർഗീയ പിതാവ് ആവശ്യമാകുന്ന സമാധാനവും സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ.
നമ്മുടെ ക്രിസ്തു നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ സമാധാനപ്പെടുത്തുവാൻ, നമുക്ക് സന്തോഷം നൽകുവാൻ ശക്തനാണ്. നമ്മുടെ വലം കരങ്ങളിൽ പിടിച്ച് നമ്മോടൊപ്പമുള്ളവനാണ്. ആ ഒരു വലിയ പ്രത്യാശയില് സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെയും കുടുംബത്തിന്റെയും സെന്റ് ആൻഡ്രൂസ് ഇടവകയുടെയും അനുശോചനം ഈ സമയം അറിയിച്ചും കൊള്ളും. Now I invite Linoy Abraham for Bible reading. റോമർക്ക് എഴുതിയ 4-ാം അധ്യായം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയണ്ടു? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. ദൈവസന്നിധിയിൽ ഇല്ലാതാനും തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കിട്ടു. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നത്, അധർമ്മം മോഹിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനു കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്ക് കൂടെ നീതി കണക്കിടപ്പെടുവാത്തവണ്ണം താൻ അവർക്ക് എല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികൾ എങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തയിടത്ത് ലംഘനമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നു. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്കും മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടത് തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി യുവണ്ണമാകുമെന്ന് അരുളിച്ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൽ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് അവൻ്റെ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു.
We have one more Bible reading. Saji Abraham is here. Mr. Tom Abraham and Tina, they are son and daughters for eulogy. Thank you all for coming. To celebrate my dad's life and to share our grief. To our family, Dad was our guiding light. He set an example of what a good husband, father, and grandfather, uncle, and friend should be. And he set the bar really high. His life is our legacy. And there are people who bring a light so bright into this world that remains even after they're gone. And Dad's brightest light are his grandkids. Max, Emma, Maya, and Davy were the light of his eyes, and it will never be the same for them. We hope, my brother and I, that we do him proud as we bring them up in his ways. Dad was a firm foundation in our life, and the unconditional love made everything and all the rough patches more manageable. Acha and I learned by the example that Mom and Dad set for us. His love of family, his sense of community, and his love for Mom, and the desire to love God. Last night, we listened to everyone tell us stories about our dad, and the words we heard were kindness. We heard about his smile. I want to tell you something about my dad. My dad was dedicated to his family, and ever since I was little, I always wanted wavy hair. And my dad would braid my hair every night just so that I could have waves. The kindness and the gentleness that my father had is something that he had for everybody. That affection, that adoration, the asking and making sure that everybody else was fine before him is something that we hope to carry on. My dad was a guy that no matter what was going on, would ask you about your day. There were numerous times he'd come out of surgery, wake up, and the first thing he would ask you was, "Did you eat?" Nothing else concerned him except for what was going on with others. That's who he was. That's who he was at the core of who he was, no matter what he was going through. Dad raised us to be strong and independent. I think he liked a kid that he might have made me a little too independent sometimes. But that's what he wanted to make sure. He wanted to make sure that we were always going to be okay. He made sure he taught us lots of lessons, whether it was how to change a tire before handing me my AAA card, whether it was balancing my checkbook, or making sure that I knew how to buy a car. He focused on giving us life lessons, but under everything, it was always rooted in love. I like to say that Dad was proud of our professional achievements, and I kid around that he still carries our baby pictures in his wallets right next to our business cards. Everything we did, he was proud of, and he was proud to tell everybody how proud he was of all of us. Dad lived a full life, and I hope and I pray that we'll work the rest of our lives to carry on your legacy, to live every day like it's a gift, because that's how he lived, to smile in the face of adversity. On Thursday, angels gathered near your bed, and they were so close to you. They knew the pain and suffering you were going through. I thought so many things as I held your hand, and I struggled with my own selfish thoughts. Because imagining a life of you without you, something that's really hard. But I had to let you go. And I was only able to do so because I know that you were headed home to be with God, and that you're no longer suffering, and that you will be forever with me, Mom and Ajay.
Scott and Rena and the kids. I thank you for being the privilege of your daughter, and I hope that I continue to make you proud. It's been some time since I've had the opportunity to stand in front of this congregation, and I wish it was under different circumstances. As many in this parish may remember, as a middle schooler and as a high schooler, I often stood here delivering the sermon at our monthly English services. I was probably 6 or 7 the first time I stood in front of a congregation and delivered a sermon. I can promise you that no 6 or 7-year-old would do that on their own. It was always the gentle, invisible hand of my Father behind me. He was always the one coaxing me onward and forward. And it was only later in life, as an adult, that I came to realize that his encouragement for doing such things was founded in his love for storytelling, rendered in soaring oratory that would inspire and touch others around him. And while we will never remember him as that great orator, he still managed to inspire those around him. It's no surprise to many of you who've known him through the decades that the man suffered physically. Yet, despite his years of hospitalizations, surgeries, medicines, he carried himself with utmost dignity. Dignity is one of 2 words that I have and will always have to personify my dad. For countless generations, sons recall the lessons passed down from their fathers, and I'm no different. And while I can share anecdotes about learning to take a public bus or changing a flat tire, or how to properly shake someone's hand, I can also tell you that Dad's lessons in dignity are essential to who I am today. Dignity is fundamentally about treating oneself and others with respect, to hold one's head high, no matter what weighs you down. And while it may sound trivial or vain, Dad made that point that his appearance was like an armor for him. It armored him for what his body lacked. More than that, it became a projection for the respect that he gave to whatever environment he was in. Coming here to this church each Sunday was something more than ordinary. Dressing in his own proper way was his way of demonstrating that being here in fellowship with you all was special and not easy for him to do each Sunday. It was different than the mundane acts of everyday life. It sounds peculiar, but I know he dressed himself all for you, and he counted himself blessed to be able to be here with you, to talk with you all, to check in with you all, but most of all, to listen. This leads me to the second word that I've always associated with my dad, grace. Grace is the divine influence that operates within us. It inspires us to be virtuous. It gives us strength to endure trials. Grace is the glow of the divine living within us. That's Dad. It would have been easy for Dad to turn his mind inward, to focus on why me? Why do I have to suffer? Instead, Dad was the opposite. He was never first, as my sister said. He was always last. For a man whose health was so weak, whose frailty was so apparent, he managed the strength to live a life about others and not himself. And it's a quality about him that we can all point to. There is no transfusion for grace. There is no transplant one can get for grace. There is no prosthesis for grace. We each have the capacity to be a vessel for grace, but it requires us having the humility to receive it. It was grace that made him who he was to others. Dad embodied the idea that our faith demands deeds and not just words. That our sweet hour of prayer was actually not 60 minutes long, but 7 days. That by putting our faith into action leads to more than just our individual salvation, but to the collective salvation, and to comfort the distressed,
to help those in need, and to treat others as we would want to be treated is not just a call for isolated acts, but is our daily responsibility as Christians. I know each of you can recount a moment or an interaction with my dad where you felt the warmth of his grace, and you felt the warmth that it radiated. I miss it already. I remember once as a child, I must have been 4 or 5, we were waiting in line at the cashier at Alexander's. It was the holidays, and everyone's lines were full, people's arms were full of gifts, and I, as a 5-year-old, was pretty impatient and wanted to get out of there. My dad looked down at me, and he said earnestly, "Count your blessings." And he began naming to me, one by one, the things that I have that he didn't. And I'll never forget the look of this older woman in front of me, which started out as a smirk and turned into a smile. He was never shy or embarrassed in speaking from his heart. In fact, it's as if he had the glow, as if he always did. Dad was a genuinely optimistic man. His optimism guided us and made us believe that anything was possible. Dad was one to seldom worry about anything. Don't worry, God will provide. That was the constant refrain in our house. And generally, things seemed to work themselves out. Dad would always say, "Yesterday is history, tomorrow is a mystery, but today is a beautiful day." It sounded so corny at the time, but it sounds so true. Dad could relate to people from all walks of life. He was an empathetic man. He valued character and earnestness over pedigree. He sought the good in each person, and he usually found it. He had an enormous capacity to give for himself. Many will tell you that Dad was a mentor or a father figure. He listened, he advised, he consoled. He was a friend. He was a good man by any measure. Dad was simply a good man. Sometimes the best thing to hope for when you're remembered is that after all the words and songs and reflections are done, is to be able to say that someone is a good man. You don't have to be of high distinction, have degrees or medals, to be remembered as a good, God-fearing man. To us, he was pretty close to perfect, but not totally perfect. He couldn't get to the punchline of a joke without laughing himself into a coughing frenzy. He was incredibly picky. He was prone to moments of vanity, always with a pocket comb. He loved to silently tease those who were follically challenged with a well-timed swoop of the comb through his hair. Lord knows he did that to me plenty of times. He even leaned Republican, much to our embarrassment. But he sang. His voice was far from perfect, but he could sing with earnestness and joy that touched anyone that heard it. Though his lungs were too weak and too scarred to even inflate a balloon, he found the depth and the strength to sing to the angels, as he is now. He made a point of knowing the lyrics from songs from his childhood, and even to the latest songs from the Marmon Convention happening. The songs became a stand-in for the oratory that he so wished he was able to have. The words written by others were the testimony and witness for him. It was his therapy, not just for his lungs, but for his soul. It was an inspiration to all of us, in all those moments, to see a man so constrained physically be so free when he sang. Dad led by example. He taught me what it means to be a father. He lost his own father at a young age, so there was no readily available template for what a father should be. But he relied on his own good nature, humility, and grace.
I cannot think of a better role model. He taught me what it means to be a husband. He adored Mom. He was a prosthetic for her weakened arm. The gentle reminder for the little things that she would forget in the shuffle. He'd leave the door unlocked for her every time she stepped out of the house, just so she wouldn't have to remember her keys. He'd listen to her, unload the emotional burdens of a long shift in the ICU each day, over dinner, each night, listening. He was not one to be effusive in his love or admiration, but he knew he was. Rena, he set a very high standard for me. He loved my sister profoundly. He loved Scott as if he were born from his own. He loved his grandchildren most of all. And boy, do they love him. I find comfort in knowing that despite all the times that we thought you would not be here, of all the times that we would be here in this moment, that he was able to be here long enough to see 4 grandchildren, long enough to see my own 10-month-old daughter. Dad, we miss you dearly. Your decency, your sincerity, your kind soul will stay with us, your children, and your grandchildren the rest of our lives. And through our tears, we hold high the blessing of having had you in our lives, and of loving you, and of being loved by you. A great and noble man. A simple man. And the best father or son or daughter could ask for. Now the choir will sing one more song. By that time, others, those who are standing out, view the body. Song number 241.
Service is going to start. You can be seated. At the time of reading gospel, you are all supposed to be stand. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനനും പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കും ലോകങ്ങളും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായ ഞങ്ങളെ പാവമരണത്തിൽ നിന്നോ വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തന് അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ സകലസ്ഥികളുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. നിന്റെ സകല അനീതിയും അവൻ നിന്നോട് ക്ഷമിക്കുന്നു. നിന്റെ സകല വേദനയെയും അവൻ സൗഖ്യമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടിങ്കൽ മാലാഖമാർ വിസ്മരിക്കുകയും ചെയ്യത്തക്കവണ്ണം നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിർ കൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മശിഹാ തമ്പുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനമാകുന്ന മശിഹാ തമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലവും പരിശുദ്ധമാക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ മനുഷ്യനെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സമ്മതിപ്പിച്ചു. ദോഷമായതിലേക്ക് വശീകരിക്കുന്നതായ ആകൽ കർസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ,
ഈ ചുരുങ്ങിയ ആയുസിനെ വിട്ടു പിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷക്കാരായ ഞങ്ങൾ വിനയഹൃദയത്തോടും ഉറങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷയെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളോവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഈ ദാസൻ ഇമ്പപ്പെടുകയും നിന്റെ വരവെങ്കിൽ പാതാള ബന്ധനങ്ങളിൽ നിന്നും പൊടിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ രഹസാൽ ഈ ദാസന്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് ദുഃഖിച്ചും വിലപിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിഭാഗതയുള്ള നടപടിയിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ദുഃഖവും അതിവേദനയുമില്ലാത്ത ഇടമായ സന്തോഷത്തിന്റെ വാസസ്ഥലത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാൻ ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നിത്യരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ എല്ലാവരെയും അർഹതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വിശ്വസിച്ചിടുവേൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം ദാനം ഒഴികെ പലനില്ലെന്നുമേ. ഊറ്റവരെയോ ഉണർവറ്റവരെയോ മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും താൻ ഓടി അവൻ പാപികളെ തേടി നടന്നു. ഇമ്പമുള്ളവന്റെ പരിമളത്തിന്റെ ഐശ്വര്യവും കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും ഖബറുകളിൽ മരിച്ചവർക്കും വെടിവരുടെ ഇമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. അയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. ഇഷ്ടം പോൽ മണ്ണ
പാപം ചെയ്തതിനാൽ ഞങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. മണവാളൻ ഉദിക്കും നേരത്തോ ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വനാഥനോ ബഹുമതിദാതനോ വന്ദനവും സ്തുതിയോ വിശുദ്ധ റൂഹായ്ക്കും. മഹത്വം നാഥനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധ റൂഹായ്ക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന